സോ ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട്? സോ ഇന്ന് നമ്മൾ അതായത് ബിൽഡ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളും അതുപോലെ തന്നെ ഞാനും ഒരേപോലെ നമ്മുടെ ഈ ഒരു വേൾഡിൽ പണിയാൻ വേണ്ടിയിട്ട് വിട്ടുപോയ ഒരു ആനിമൽ ഉണ്ട്. ആ ആനിമലിന് വേണ്ടിയിട്ടുള്ളൊരു ഫാമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ആ ഒരു ഫാം ഉണ്ടാക്കേണ്ട ഒരു സ്ഥലത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ പാത്തൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഞാൻ ഈ പാത്തിൽ കൂടാണ് എപ്പോഴും നടക്കാറ്. ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഞാൻ സമ്മതിക്കാറില്ല. സോ ഞാൻ ഈ ഒരു പാത്തിൽ കൂടെ തന്നെയാണ് എപ്പോഴും നടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥലത്തിലോട്ട് എത്തുന്ന സമയത്ത് ഇത് ഇവിടെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ബിൽഡ് അല്ലെങ്കിൽ ഈ ഒരു ഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ അത് ഇവിടെ ഒരുത്തം വന്നിട്ടുണ്ട്. നമുക്ക് അവനെ കാണാത്ത പോലെ നിൽക്കാം. കണ്ണി നോക്കിയാൽ നമ്മളെ കൊല്ലും. എനിക്ക് ഒരു ഫൈറ്റിനുള്ള താല്പര്യമില്ല. സോ ഇവിടെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ബിൽഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പിഗിന് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പ്ലസ് വലിയ ഭംഗിയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, കാരണം പെട്ടെന്ന് ഞാൻ ചെയ്തൊരു ബിൽഡായിരുന്നു. സോ വലിയ കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇനി വേണമെങ്കിൽ എന്തെങ്കിലും മേക്ക് ഓവേഴ്സ് ഇനിയും കൊടുക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്ലാൻ വരയ്ക്കാം. പ്ലാനിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഷവൽ യൂസ് ചെയ്ത് ഈ ഒരു തറയിലായിട്ട് ഇത് ഇടുകയാണ്. ഇത് ഞാൻ യൂട്യൂബിലൊന്നും കണ്ട പോലെ ഒന്നുമല്ല ചെയ്യുന്നത്, വേറൊരു രീതിയിൽ ചുമ്മാ അങ്ങ് ചെയ്യുവാണ്. സോ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ഓക്ക് പ്ലാങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഭയങ്കര മഴയാണ് ഗായ്സ്, എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല. സോ നമ്മൾ ആദ്യം ഓക്ക് വുഡ് വെച്ചു, പിന്നെ ഓക്ക് പ്ലാങ്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു കൗണ്ടൊന്നും ചെയ്തിട്ടല്ല കേട്ടോ ചെയ്യുന്നത്, വെറുതെ ഒരു ജസ്റ്റ് ഇതായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമുക്കൊന്ന് എണ്ണി നോക്കാം. അയ്യോ ഗൈസ്, ക്രീപ്പർ! ഓ മൈ ഗോഡ്! ഇതിൻ്റെ ഇവിടെ അപ്പുറത്തൊക്കെ ഓരോ സാധനങ്ങൾ സ്പോണായിട്ടുണ്ട്. ബട്ട് നൈറ്റ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ലല്ലോ. നമുക്ക് പോയി വേഗം ബെഡ് എടുത്ത് കിടന്നുറങ്ങാം ഗൈസ്. ഗൈസ്, അവിടെ സോംബീസ് കാര്യങ്ങളൊക്കെ സ്പോണായിട്ടുണ്ട്. നമുക്ക് വേഗം നമ്മുടെ ആ തേനീച്ചക്കൂടിൻ്റെ അകത്ത് പോവാം, എന്നിട്ട് അവിടെ കിടന്നുറങ്ങാം. ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയൊരു സേഫ് സോണാണത്. ഇതുപോലെ എന്തെങ്കിലും പറ്റുമ്പോൾ ഞാൻ വേഗം അതിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് കിടന്നുറങ്ങൽ. അപ്പോൾ നമുക്ക് വേഗം അതിൻ്റെ ഉള്ളിൽ പോവാം ഗൈസ്. നശിപ്പിച്ച്, ഇതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. എന്തെങ്കിലും ബിൽഡ് ചെയ്തിട്ട് ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കിടന്നുറങ്ങാം. അപ്പോൾ ഇതാ രാവിലെയായി. നമുക്ക് ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ചതിന് ശേഷം ഓക്കിൻ്റെ ലോഗ് നന്നായിട്ടുള്ളത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെളിയിൽ ഇറങ്ങി നോക്കാം. ഇവിടെ ഒന്നും പറ്റില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ്, അവിടെ സോംബീസൊക്കെ ഉണ്ട്, അവരൊക്കെ അവിടെ നിന്ന് എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് നേരെ ബിൽഡിങ്ങിലേക്ക് പോവാം. ടൈമില്ല. ഞാൻ ഈ വൈകുന്നേരമാണ് ഇതിൻ്റെ പണി തുടങ്ങിയത്. സോ നമുക്കിന്ന് വീഡിയോ ഇടാണ്ട്. അപ്പോൾ അതുകൊണ്ട് വേഗം നമുക്ക് സെറ്റിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കിനി നമ്മുടെ സ്ഥലത്തേക്ക് പോവാം. സ്ഥലത്തേക്ക് പോയിട്ട് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ നമ്മളിത് ഇത്രയും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പണിയാം. അപ്പോൾ ഞാൻ ഏകദേശം കൗണ്ടൊക്കെ ചെയ്ത് പണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്ക് സെറ്റാക്കാം. ബാക്കിന് വേണ്ടിയിട്ട് ഓക്ക് പ്ലാങ്ക്സ് എടുത്തതിന് ശേഷം ബാക്കി നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ആൻഡ് കൗണ്ടൊന്നും ഞാൻ നോക്കിയില്ല, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ അതുകൊണ്ട് നിങ്ങളിതൊന്നും നോക്കി ബിൽഡൊന്നും ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഇതിനേക്കാൾ അടിപൊളി ട്യൂട്ടോറിയൽസ് യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും. ആൻഡ് ഇതൊന്നും കാണാൻ വലിയ രസമൊന്നുമില്ല. ടു ബി ഹോണസ്റ്റ്, എനിക്ക് ഈ ബിൽഡ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇനി എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മേക്ക് ഓവറൊക്കെ ചെയ്ത് സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ബാക്കി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേഗം തന്നെ നമുക്ക് ചെയ്യാനുണ്ട്, ടൈം ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ ഇത്രയും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ബിൽഡ് കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ടാണ് സെറ്റാക്കാനുള്ളത്. ഫ്രണ്ടിൽ ഞാൻ ബാക്കിലെ കൂട്ട് തന്നെ സെറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്ക് നടുക്ക് നമ്മുടെ എൻട്രൻസിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഈ ഓക്കൊക്കെ വെച്ചിട്ടൊരു എൻട്രൻസ് സെറ്റാക്കാം. അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഈ ബാക്കിലൂടെ ഇതുപോലെ ഒരു ബ്ലോക്ക് ഹൈയിൽ സെറ്റാക്കി. അപ്പോൾ ബാക്കിൽ ഏകദേശം ഒരു ഹൈ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫെൻസ് എടുത്തതിന് ശേഷം സൈഡ് ഫുൾ മറയ്ക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകുന്ന ആ ഒരു ജീവി ഇറങ്ങിപ്പോകും ഗൈസ്. അനുഭവമുണ്ട്, അതുകൊണ്ടാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഫെൻസ് വെച്ചിട്ട് ഫുൾ അടയ്ക്കുകയാണെങ്കിൽ രസമുണ്ടാവും. അപ്പോൾ നമ്മൾ അതും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇത്രയും നമ്മുടെ ബിൽഡ് സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബേസ്. ഇനി നമുക്ക് മേപ്പോട്ടേക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഫെൻസ് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഇതിൻ്റെ മണ്ടേ പോവാം. മണ്ടേ പോയതിന് ശേഷം ഈ രണ്ട് സൈഡിലായിട്ട് ഫെൻസ് വെക്കാം. എന്നിട്ട് ഈ ഫെൻസിൻ്റെ മുകളിൽ നമുക്ക് സ്ലാബ് വെക്കാം. അപ്പോൾ അതൊരു റൂഫ് പോലെ ഉണ്ടാവും. ഞാനീ പറയുന്ന ഐഡിയ നിങ്ങൾക്ക് നേരത്തെ അറിയുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇവിടം ഇതുപോലെ നമ്മൾ അടച്ചു കൊടുക്കുക. അപ്പുറത്തെ സൈഡ് ഉണ്ടല്ലോ, ആ സൈഡിലും ഇതുപോലൊരു ഫെൻസ് വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ റൂഫ് നമ്മൾ ഫുള്ളായിട്ട് അടയ്ക്കുമല്ല, വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം എന്തായാലും. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ട് നമുക്കിപ്പോൾ കാണാൻ. ഇനി നമുക്ക് ഈ സൈഡിൽ ഇതുപോലെ രണ്ടെണ്ണം വെച്ചിട്ട് എന്നിട്ട് ഒരു ഗ്യാപ്പ്
എന്നിട്ട് വീണ്ടും 2 ബ്ലോക്ക് സ്ലാബ് വെക്കുക, പിന്നെ ഒരു ഗ്യാപ്പ്, പിന്നെയും വീണ്ടും സ്ലാബ് 2 ഇതിൽ. ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് ഞാൻ ഇതിൽ കൊടുക്കുന്നത്. എൻ്റെ ബുദ്ധി വിമാനം തന്നെ ആയതുകൊണ്ട് ഈ ലുക്ക് കാണാൻ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കണക്കൊന്നും നോക്കിയല്ല ചെയ്തേ, അതുകൊണ്ട് ഒരു സൈഡിൽ ഇങ്ങനെ ഉണ്ടായിരുന്നേ, പിന്നെ ഞാനിതിങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനും വേണം ഗൈസ് ഒരു കഴിവ്. അപ്പോൾ നമ്മൾ ഇത്രയും സെറ്റാക്കി. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ നീളം കൂട്ടാം. അത് ഭയങ്കരമായിട്ട് കുറഞ്ഞ പോലെയുണ്ട്. സോ കുറച്ചും കൂടെ നീളം നമ്മളിതാ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൂടെ കഴിയുമ്പോൾ നമ്മുടെ ബേസിൻ്റെ റൂഫ് ഭാഗങ്ങൾ കുറച്ച് സെറ്റായി. പിന്നെ നമ്മൾ ആ ഗ്യാപ്പ് വിട്ടല്ലോ, ആ ഗ്യാപ്പ് വിട്ട ഭാഗത്തിന് പൊസസീവ് അടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ സാഡ് ആവാതിരിക്കാൻ നമുക്ക് അവിടെ ആയിട്ട് ഇതേപോലെ കുറച്ച് ലീവ്സ് വെച്ച് കൊടുക്കാം. ഇത് ഓക്കി ലീവ്സ് അല്ല, ഇത് സ്പ്രൂസിൻ്റെ ലീവ്സ് ആണ്. അപ്പോൾ ഈ ലീവ്സ് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇതും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം നമ്മുടെ ലുക്ക് കാണാൻ വലിയ രസമൊന്നും ഇല്ലെന്ന്. പക്ഷേ സ്റ്റിൽ ഇസ് കൊള്ളാം, കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഗ്യാപ്പ് ഫുള്ളായിട്ട് ഈ ഒരു ലീവ്സാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്നിട്ട് ലാസ്റ്റ് ഒരു നമ്മുടെ ഫ്രണ്ട് എന്നുള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. ഈ ഒരു ബ്ലോക്കൊക്കെ നമുക്ക് പൊട്ടിച്ചാടാം, നമ്മൾ മേപ്പോട്ട് കയറാൻ വേണ്ടി യൂസ് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ഉള്ളത്. കൊള്ളാം എന്നെനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എനിക്ക് വലിയ ഇതൊന്നും തോന്നിയില്ല. ഇതൊരു ഫാം അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെ കൂടാണെന്ന് തന്നെ പറയത്തില്ല, അങ്ങനത്തെ ഒരു ബിൽഡാണിത്. പക്ഷേ കൊള്ളാമല്ലേ, നമ്മുടെ ഈ ഒരു ഏരിയയ്ക്ക് ചേരത്തില്ലെങ്കിലും ഇതൊരു ഐഡിയ തന്നെയാണ്. എൻ്റെ ബുദ്ധിയിൽ നിന്നും മുളച്ചെടുത്ത ഒരു ഐഡിയ. കൊള്ളാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നമുക്ക് തറയാണ് സെറ്റാക്കാനുള്ളത്. തറ നമുക്ക് ഡീറ്റെയിൽ ചെയ്യാനുണ്ട്. അതും കൂടെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു മെനയാവും തോന്നുന്നു. നമുക്ക് നോക്കാം. എല്ലാം കഴിഞ്ഞ് നമ്മളിതാ നമ്മുടെ പിക്കിനെ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ആലോചിച്ചതല്ല, ലാസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴത്തെയും പോലെ അല്ലാതെ ഞാൻ വേറൊരു രീതിയിലാണ് ഈ തറയൊക്കെ ഡീറ്റെയിൽ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലോക്ക് സ്റ്റോറിൻ്റെ കൂട്ടമുണ്ട്, പല പല ബ്ലോക്ക് ഒരുപാട് വെച്ചേക്കുന്ന പോലെ. കൊള്ളാവോ എന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഇതെല്ലാം ഒരു ബിഗിനിങ് ആണ്. ഓക്കെ, നമുക്കിനി എന്തെങ്കിലും ഇവരെ ബ്രീഡ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പം ബ്രീഡ് ചെയ്ത് നമുക്ക് ഇതുപോലെ കുറേ നമുക്ക് ബ്രീഡ് ചെയ്യണം. അപ്പം നമുക്ക് കുറേ പിഗിനെ കിട്ടും. ഇതൊരു കൂട് നിറയ്ക്കണം. നിങ്ങൾ ആ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഈ ഒരു കൂടാക്കണം. അപ്പോൾ ഇവനെ നമുക്കൊന്ന് വലുതാക്കാം. സോ ഗൈസ്, ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതിന് മുമ്പ് ഇവിടെ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇതുണ്ടല്ലോ സ്റ്റോൺ ആക്സ് അല്ല ഗൈസ്, ഈ ഒരു ഫെൻസ് നമുക്ക് പൊട്ടിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം. എന്തോ പോലെ ഒരു കൂട് പോലെ ഉണ്ട്. ഇത് ശരിക്കും ഒരു കൂടാണ്, പക്ഷേ ഗൈസ് അവിടെ തന്നെ ഇറങ്ങിപ്പോകുന്നു. ഇതാണ് ഞാൻ ഫസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ ഫെൻസ് വെക്കണം അല്ലെങ്കിൽ ഈ ബ്ലോക്കിൻ്റെ മണ്ടയിൽ കൂടെ ഇവർ ചാടിപ്പോവും. എന്നിട്ട് ഞാൻ തന്നെ ആ പരിപാടി കാണിച്ചു ഗൈസ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഇറങ്ങിപ്പോവിനെ നമുക്കൊന്ന് തപ്പാം. അപ്പോൾ ഇതെൻ്റെ ക്യാരറ്റ് ഉണ്ട്, നമുക്ക് കാണിച്ചു നോക്കാം. അപ്പോൾ അതാവൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കൂട്ടിക്കൊണ്ടുപോയി ഇടണോ ഗൈസ്? എൻ്റെ കൂട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനെ നമ്മൾ വീണ്ടും കൂട്ടി കയറ്റത്തില്ല. ഓക്കെ, ഇപ്പോൾ സമാധാനമായി ഗൈസ്. ഓക്കെ, അങ്ങനെ നമുക്കിനി അവൻ്റെ ബീഫ് കഴിക്കാം. ഓക്കെ, ബീഫല്ലല്ലോ, പോർക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്. നമ്മൾ ഇനി ഒരുപാട് ബ്രീഡൊക്കെ ചെയ്യിപ്പിക്കണം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് മാക്സിമം കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസിന് ഉണ്ടെങ്കിൽ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.